Good morning, students. Today I am going to explain how perquisites are valued for income tax purpose. In the last class, I have explained types of perquisites. For income tax purpose, perquisites are classified into three groups. First one, perquisites taxable in case of all employees. Second, perquisites taxable in case of specified employees. Then third one, tax-free perquisites. ഇവിടെ പെർക്വിസിറ്റ്സിന്റെ വാല്യുവേഷൻ ആണ്. ഇപ്പൊ പെർക്വിസിറ്റ്സ് വാല്യുവേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അലവൻസ് ആണെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് മാസം തോറും കിട്ടുന്നതാണ്. അപ്പൊ അതിന്റെ മോണിറ്ററി വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മോണിറ്ററി വാല്യൂ നമുക്ക് മാസം തോറും കിട്ടുന്ന എമൗണ്ട് ആണ്. അതിൽ നിന്ന് എക്സംഷൻ ഉണ്ടെങ്കിൽ എക്സംഷൻ കഴിച്ചിട്ട് ബാക്കി ടാക്സബിൾ ആണ്. ഇവിടെ പെർക്വിസിറ്റ്സിന്റെ കേസിൽ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് റിസീവ്ഡ് ബൈ എംപ്ലോയി ഇൻ ക്യാഷ്. അത് ക്യാഷ് ആയിട്ട് കിട്ടുന്നില്ല, അത് ബെനിഫിറ്റ്സ് ആണ്. എംപ്ലോയി എൻജോയ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ ബെനിഫിറ്റ്സിന് പേയ്മെന്റ് കൊടുക്കുന്നത് എംപ്ലോയർ ആണ്. അപ്പോൾ ആ ബെനിഫിറ്റ്സിന്റെ വാല്യുവേഷൻ, അപ്പൊ പെർക്വിസിറ്റ്സ് വാല്യുവേഷൻ. ഇപ്പോൾ പെർക്വിസിറ്റ് വാല്യുവേഷന് മുമ്പായിട്ട് ഞാൻ മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ മെഡിക്കൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്കറിയാം, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിലാണ് മെഡിക്കൽ ബെനിഫിറ്റ്സ് വരുന്നത്. പക്ഷേ മെഡിക്കൽ ബെനിഫിറ്റ്സ് എല്ലാത്തരം മെഡിക്കൽ ബെനിഫിറ്റ്സും ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് അല്ല. അപ്പോൾ ടാക്സ് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യ. ഇത് ഇന്ത്യയിലാണ് എംപ്ലോയിയോ എംപ്ലോയിയുടെ ഫാമിലിയോ ട്രീറ്റ്മെന്റ് നടത്തുന്നെങ്കിൽ അതിന്റെ പെർക്വിസിറ്റ്സ് എക്സംപ്റ്റ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയി ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി in employer's hospital. അതായത് if the treatment is made in a hospital owned and maintained by the employer, then the treatment is fully exempt from tax. അതായത് എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന, എംപ്ലോയർ ഓൺ ചെയ്യുന്ന, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനോ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അത് ഫുൾ ട്രീറ്റ്മെന്റ് ഫുൾ ചെലവാകുന്ന തുക, എംപ്ലോയർക്ക് ചെലവാകുന്ന തുക fully exempt from tax, means അതിന് പെർക്വിസിറ്റ് വാല്യൂ നില്ലാണ്. Then next വരുന്നത് any sum paid by the employer in respect of expenditure incurred by the employee on medical treatment of himself or members of his family. അതായത് എംപ്ലോയിക്കോ എംപ്ലോയിയുടെ മെമ്പേഴ്സിനോ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എംപ്ലോയർ കൊടുത്ത തുക, അതായത് എനി സം പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ എംപ്ലോയി ഓൺ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അതായത് എംപ്ലോയിക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവായ തുക എംപ്ലോയർ കൊടുക്കുന്നു. എംപ്ലോയിക്കോ അയാളുടെ ഫാമിലി മെമ്പേഴ്സിനോ. ദെൻ അതിന്റെ എക്സംഷൻ പറയുന്ന അതിൽ കണ്ടീഷൻസ് ഉണ്ട്. ഇൻ എ ഹോസ്പിറ്റൽ ഓഫ് ഗവൺമെന്റ് or local authority or government approved hospital fully exempt. അതായത് എംപ്ലോയിയോ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സോ ട്രീറ്റ്മെന്റ് നടത്തുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെ ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോസ്പിറ്റലോ ആണെങ്കിൽ എംപ്ലോയർ ഈ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയിക്ക് കൊടുത്ത തുക മുഴുവനും എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. മീൻസ് ഇവിടെ റീഇംബേഴ്സ്മെന്റ് ആണ്, മെഡിക്കൽ ബില്ല് റീഇംബേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചെലവായ തുക എംപ്ലോയർ കൊടുക്കുകയാണ്. ദെൻ അത് ഫുള്ളി ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലോ ലോക്കൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോസ്പിറ്റലോ ആണെങ്കിൽ അവിടെയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി എംപ്ലോയർ ചെലവാക്കിയ തുക കംപ്ലീറ്റ് എംപ്ലോയർ കൊടുത്ത തുക ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. ദെൻ അടുത്ത കേസ് പറയുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ഡിസീസ് ഇൻ എ ഹോസ്പിറ്റൽ അപ്രൂവ്ഡ് ബൈ ദ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അതായത് മറ്റൊന്ന് ഇൻ റെസ്പെക്ട് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ഡിസീസ്. അതായത് പ്രിസ്ക്രൈബ്ഡ് ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ് ആണ്. പ്രിസ്ക്രൈബ്ഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, TB, അതുപോലെ എയ്ഡ്സ്, ഇതേപോലെയുള്ള പ്രിസ്ക്രൈബ്ഡ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ആ ട്രീറ്റ്മെന്റ്
എവിടെ വെച്ചായിരിക്കും വെച്ചാൽ ഇതിന്റെ ഹോസ്പിറ്റൽ അപ്രൂവ്ഡ് ബൈ ദ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അതായത് ഇൻകം ടാക്സ് കമ്മീഷണർ അപ്രൂവ് ചെയ്ത ഹോസ്പിറ്റലിൽ പ്രിസ്ക്രൈബ്ഡ് ഡിസീസിന് വേണ്ടി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്ത തുക. ദെൻ അതിൽ കണ്ടീഷൻസ് ഒക്കെ സെറ്റ് കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യണം. അങ്ങനെ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്താൽ ഇറ്റ് ഈസ് ഓൾസോ ഫുള്ളി എക്സംപ്റ്റ്. അതായത് ഇവിടെ എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ്. ദെൻ ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെ ലോക്കൽ അതോറിറ്റിയോ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ എംപ്ലോയർ കൊടുക്കുന്ന തുക കംപ്ലീറ്റ് ചെലവായ തുക എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യും. അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. അതുപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അത് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ടാക്സ് കമ്മീഷണർ അപ്രൂവ് ചെയ്ത ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് എങ്കിൽ അതും ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. Then പിന്നെ എന്ന് വരുന്നത് പേയ്മെന്റ് ഓർ റീഇംബേഴ്സ്മെന്റ് ഓഫ് പ്രീമിയം ഇൻ റെസ്പെക്ട് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് ദ എംപ്ലോയി ആൻഡ് എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആണ്. അതായത് എംപ്ലോയിയോ അയാളുടെ ഫാമിലി മെമ്പേഴ്സിനോ വേണ്ടി എടുത്ത മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി. ആ പോളിസിയുടെ പ്രീമിയം ഒന്നുകിൽ എംപ്ലോയർ കൊടുക്കുക അല്ലെങ്കിൽ എംപ്ലോയി കൊടുത്തിട്ട് അത് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുക. ഇത് എംപ്ലോയർക്ക് കൊടുത്ത തുക എംപ്ലോയി കൊടുത്ത തുക എംപ്ലോയർ അയാൾക്ക് മടക്കി കൊടുക്കുന്നു. അപ്പൊ ഈ രണ്ട് കേസിലും ഇത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഐദർ ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓർ റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ. ഇത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇതാണ് ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യയിൽ. അതായത് ഒരിക്കൽ കൂടി ഞാൻ പറയാം, എംപ്ലോയറുടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ഫുൾ ആണ്. പ്രിസ്ക്രൈബ്ഡ് ഡിസീസിന് ഇൻകം ടാക്സ് കമ്മീഷണർ അപ്രൂവ് ചെയ്ത ഹോസ്പിറ്റലിൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഫുള്ളി എക്സംപ്റ്റ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അത് ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓർ റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ ഇതും ഫുള്ളി എക്സംപ്റ്റ് ആണ്. അപ്പൊ ഇത്രയും മെഡിക്കൽ ബെനിഫിറ്റ്സിൽ എക്സംഷൻ കിട്ടുന്നത് ഇത്രയും കേസിൽ മാത്രമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇത് ഇന്ത്യക്ക് പുറത്താണ് ട്രീറ്റ്മെന്റ് എങ്കിൽ എങ്ങനെയാണ് അതിന്റെ എക്സംഷൻ കിട്ടുക നോക്കുക. ദെൻ അതിൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ ഓൺ ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ഓർ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഈസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് അപ്രൂവ്ഡ് ബൈ ദ RBI. ഇത് എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, ദെൻ പേരൻസ് ഉണ്ടെങ്കിൽ അത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പേരൻസ് ഇവരൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സിൽ വരിക. അപ്പോൾ എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഏതെങ്കിലും ഫാമിലി മെമ്പർക്കോ വിദേശത്ത് ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചികിത്സയ്ക്ക് വേണ്ടി ചെലവായ തുക എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ on medical treatment of an employee or his family is exempt to the extent approved by the RBI. ഇത് RBI അപ്രൂവ് ചെയ്ത് RBI എത്ര പരമാവധി എത്ര കൊടുക്കാം എന്നുള്ളത് RBI റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ RBI അപ്രൂവ് ചെയ്ത് ആ എമൗണ്ട് വരെയും എക്സംപ്റ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ on travel and stay abroad of the patient and one attendant is also exempt subject to the fulfillment of the following conditions. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ചെലവായ തുകയാണ് വിദേശത്ത്. രണ്ടാമത്തത് അവർക്ക് വിദേശത്തേക്ക് പോകാനും അവിടെ താമസിക്കാനുമുള്ള ചെലവാണ്. അത് പേഷ്യന്റിനും അതായത് ഒരു അറ്റൻഡന്റിനും ഉണ്ട്. ദെൻ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ എംപ്ലോയർ ഓൺ ട്രാവൽ ആൻഡ് സ്റ്റേ അബ്രോഡ്. അതായത് വിദേശത്തേക്ക് പോകാനും അവിടെ താമസിക്കാനും ഓഫ് ദ പേഷ്യന്റ് ആൻഡ് വൺ അറ്റൻഡന്റ് ദെൻ എക്സംപ്റ്റ് ആണ്. ദെൻ അത് ബേസ്ഡ് ഓൺ ദ ഫുൾഫിൽമെന്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ്. അതായത് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അതിന് എക്സംഷൻ കിട്ടുള്ളൂ. ദ കണ്ടീഷൻ പറയുന്നത് ദ എക്സ്പെൻഡിച്ചർ ഓൺ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് സ്റ്റേ അബ്രോഡ് ഈസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ദ RBI. അത് ആ മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള എക്സ്പെൻഡിച്ചർ അത് റിസർവ് ബാങ്ക് പെർമിറ്റ് ചെയ്യുന്ന എമൗണ്ട് അത്ര പരിധി വരെ ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ അതുപോലെ തന്നെ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ട്രാവൽ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് വൺ അറ്റൻഡന്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് പ്രൊവൈഡഡ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ എംപ്ലോയി ഡസ് നോട്ട് എക്സീഡ് ₹2 lakh. അതായത് അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഇത് ട്രാവലിന്റെയും അതുപോലെ തന്നെ സ്റ്റേയുടെയും എക്സ്പെൻഡിച്ചർ എക്സംപ്റ്റ് ചെയ്യണമെങ്കിൽ
കണ്ടീഷൻ ഉണ്ട്. ആ സ്റ്റേക്കും അതുപോലെ തന്നെ ട്രാവലിനുമായിട്ട് ചിലവായ തുക പേഷ്യന്റിനും അതുപോലെ തന്നെ ഒരു അറ്റൻഡന്റിനുണ്ട്. അത് ഫുള്ളി എക്സംപ്റ്റ് ചെയ്യണമെങ്കിൽ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ എംപ്ലോയി ഡസ് നോട്ട് എക്സീഡ് ₹2 lakh. അതായത് ഏത് പ്രീവിയസ് ഇയറിലാണോ ട്രീറ്റ്മെന്റ് പോയത് ആ പ്രീവിയസ് ഇയറിൽ എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇത് ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh കുറവാണെങ്കിൽ മാത്രമേ അയാൾക്ക് ഈ എക്സ്പെൻസ് ട്രാവലിനും അതുപോലെ തന്നെ സ്റ്റേക്കും ഉള്ള എക്സ്പെൻഡിച്ചർ എക്സംഷൻ കിട്ടുകയുള്ളൂ. ദെൻ അടുത്ത് പറയുന്നത് റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ആക്ച്വലി ഇൻകേർഡ് ബൈ ദ എംപ്ലോയി ഫോർ പർപ്പസസ് സ്പെസിഫൈഡ് അബവ് is exempt subject to the same conditions as stated above. ഇത് ഈ മുകളിൽ പറഞ്ഞ 1, 2 ഒന്നാമത്തേത് ട്രീറ്റ്മെന്റ് ചെലവായ തുക, രണ്ടാമത്തേത് ട്രാവലിനും സ്റ്റേക്കും അത് പേഷ്യന്റിനും ഒരു അറ്റൻഡന്റിനും. ഈ തുക രണ്ടിനും എംപ്ലോയി ചെലവാക്കുകയും ആ എംപ്ലോയിക്ക് ചെലവായ തുക എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യാൻ മടക്കി കൊടുക്കുകയും ചെയ്താൽ അതിൽ എക്സംഷൻ കിട്ടുക. ദെൻ മുകളിൽ പറഞ്ഞ ഈ കണ്ടീഷൻസ് ഉണ്ടായത് RBI പറഞ്ഞിരിക്കുന്ന ആ മാക്സിമം എക്സ്റ്റെൻഡ് RBI അപ്രൂവ് ചെയ്ത എക്സ്റ്റെൻഡ് വരെ കിട്ടുള്ളൂ. ദെൻ അതുപോലെ തന്നെ എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh എക്സീഡ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് എംപ്ലോയർ കൊടുത്ത തുകയും ഈസ് ഓൾസോ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അതാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇതിന് മാത്രമേ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇത്രയും കേസിൽ മാത്രമേ എക്സംഷൻ കിട്ടുന്നുള്ളൂ. ബാക്കി അല്ലാതെയുള്ള എല്ലാ ബെനിഫിറ്റ്സ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഒക്കെ ടാക്സബിൾ ആണ്. അപ്പം നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതാണ്. അപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ നിങ്ങൾ ഇതിൽ ഒന്നുകൂടി ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യയിൽ ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ട്രീറ്റ്മെന്റ് ഈസ് ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാക്സിമം എമൗണ്ട് 15,000. അതായത് റീഇംബേഴ്സ്മെന്റ് 15,000 രൂപ വരെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിരുന്നു. അത് കഴിഞ്ഞ വർഷം മുതൽ, ഇത് കഴിഞ്ഞ അസസ്മെന്റ് ഇയർ മുതൽ 2019-20 അസസ്മെന്റ് ഇയർ മുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിനുള്ള റീഇംബേഴ്സ്മെന്റിന്റെ എക്സംഷൻ എടുത്തു കളഞ്ഞു. അപ്പം നിങ്ങൾക്ക് സംശയം വേണ്ട, നിങ്ങൾ പഠിക്കുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 15,000 ഉണ്ട്, പക്ഷെ ഇപ്പോൾ എക്സംഷൻ എടുത്തു കളഞ്ഞു. കഴിഞ്ഞ അസസ്മെന്റ് ഇയർ മുതൽ അങ്ങനെ ഒരു എക്സംഷൻ ഇല്ല. അപ്പം ഇത്രയും മാത്രമേ മെഡിക്കൽ ബെനിഫിറ്റ്സിന് എക്സംഷൻ ഉള്ളൂ. ദെൻ ഇപ്പം നമ്മളുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സ്. അതായത് എങ്ങനെയാണ് പെർക്വിസിറ്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് പെർക്വിസിറ്റ്സ് കുറേ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഉണ്ട്, എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആയ പെർക്വിസിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പെർക്വിസിറ്റ്സിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദെൻ അത് സെക്ഷൻ 17(2) ആൻഡ് റൂൾ 3 വാല്യുവേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ റെന്റ് ഫ്രീ ഹൗസ്. അതായത് വാല്യുവേഷൻ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് അല്ലെങ്കിൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ. അതായത് സെക്ഷൻ 17(2)(1) അതുപോലെ തന്നെ റൂൾ 3(1) റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യുവേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം സാലറിയിൽ പ്രോബ്ലം ചെയ്യുമ്പം ഒന്നുകിൽ ഹൗസ് റെന്റ് അലവൻസ് അല്ലെങ്കിൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഏതെങ്കിലും ഒന്നുണ്ടാവും. അപ്പം അതിൽ രണ്ടും നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. HRAയുടെ മുമ്പ് ഞാൻ അലവൻസിൽ പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ എങ്ങനെയാണ് വാല്യൂ അതിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഫോർ ദ പർപ്പസ് ഓഫ് വാല്യൂയിങ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ there are 2 cases. Then ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. ഇത് ഫർണിഷ്ഡ് ചെയ്യാത്ത അക്കോമഡേഷൻ ആണ്. അവിടെ ഫർണിച്ചേഴ്സ് ഒന്നുമില്ല. അത് അൺഫർണിഷ്ഡ് അക്കോമഡേഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ എംപ്ലോയീസിനെ നമ്മൾ 2 കാറ്റഗറി ആക്കുന്നു. ഇത് കേസ് 1ഉം കേസ് 2ഉം. കേസ് 1ൽ ഗവൺമെന്റ് എംപ്ലോയീസ്, കേസ് 2 നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്. അതായത് പെർക്വിസിറ്റ് വാല്യൂ കാണുന്നതിന് വേണ്ടി എംപ്ലോയീസിനെ 2 കാറ്റഗറി ആക്കുന്നു. ഗവൺമെന്റ് എംപ്ലോയീസ് എന്നും നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് എന്നും. അപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ പെർക്വിസിറ്റ് വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ലൈസൻസ് ഫീ ഓർ റെന്റ് ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ പെർക്വിസിറ്റ് വാല്യൂ, അതായത് അൺഫർണിഷ്ഡ് അക്കോമഡേഷന്റെ പെർക്വിസിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ദ ലൈസൻസ് ഫീ ഓർ റെന്റ് ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ലൈസൻസ് ഫീ അല്ലെ റെന്റ് ആണ് ഇവിടെ അക്കോമഡേഷന്റെ വാല്യൂ. ദെൻ ഫോർ എക്സാമ്പിൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തു, ഗവൺമെന്റ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ക്വാർട്ടേഴ്സിന് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന റെന്റ് 1,000 പെർ മന്ത് ആണെന്ന് വിചാരിക്കുക. ലൈസൻസ് ഫീ അല്ലെ റെന്റ് 1,000 പെർ മന്ത് ആണെങ്കിൽ ഈ 1,000 ആയിരിക്കും അതിന്റെ
1000 into 12 per annum value 1000 into 12 അതായിരിക്കും അതിൻ്റെ rent free accommodation വാല്യൂ. Then രണ്ടാമത്തെ കേസ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഇപ്പം നോൺ ഗവൺമെന്റ് എംപ്ലോയീസിൽ നമ്മൾ രണ്ട് കേസ് ഉണ്ട്. അതിൽ ഒന്ന് ഫസ്റ്റ് വൺ അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയറും രണ്ടാമത്തേത് അക്കോമഡേഷൻ ഹയർഡ് ബൈ എംപ്ലോയർ. അതായത് നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് രണ്ട് കേസ് ഉണ്ട്. ഒന്നാമത്തെ കേസ് അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയർ, അതായത് താമസിക്കാൻ കൊടുത്തിരിക്കുന്ന വീട് അത് എംപ്ലോയി ഓൺ ചെയ്യുന്നതാണ്. എംപ്ലോയിയുടെ വീട് എംപ്ലോയർ, അതായത് അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയർ, അതായത് എംപ്ലോയറുടെ ഉടമസ്ഥതയിലുള്ള വീട്. ദെൻ രണ്ടാമത്തെ കേസ് അക്കോമഡേഷൻ ഹയർഡ് ബൈ എംപ്ലോയർ, അതായത് എംപ്ലോയറുടെ വീടല്ല, എംപ്ലോയർ വാടകയ്ക്ക് എടുത്തിട്ട് റെന്റിനോ ലീസിനോ എടുത്തിട്ട് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ കേസ്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയർ. അപ്പോൾ ഇവിടെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ കണക്കാക്കുന്നത് based on the population of the city in which such accommodation is provided by employer. അതായത് ഇവിടെ നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ വാല്യൂ കാണുന്നത് എവിടെയാണോ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തെ പോപ്പുലേഷൻ്റെ ബേസിലാണ് നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ അവിടെ പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി വേർ such accommodation is provided by the employer, അതായത് എംപ്ലോയർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സിറ്റിയിലെ പോപ്പുലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 lakh, അതായത് 10 lakh അതിൽ കുറവോ ആണെങ്കിൽ, 10 lakh ഇൻക്ലൂഡിങ് 10 lakh ആണ്, അതാണ് ഞാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിരിക്കുന്നത്. 10 lakh വരെയാണ് പോപ്പുലേഷൻ എങ്കിൽ 7.5% ഓഫ് സാലറി, അതായത് എംപ്ലോയിയുടെ സാലറിയുടെ 7.5% ആയിരിക്കും ആ ഹൗസിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ. രണ്ടാമത്തേത് ഇഫ് പോപ്പുലേഷൻ ഈസ് ലെസ് ദാൻ 10 lakh but or equal to 25 lakh, അതായത് in between 10 lakh and 25 lakh. 25 lakh എന്ന് വെച്ചാൽ ഇൻക്ലൂഡിംഗ് ആണ്. 10 lakh above but not more than 25 lakh, അതായത് 10 lakh ആണെങ്കിൽ 7.5% ആണ്. 10 lakh above ആണെങ്കിലും അതുപോലെ തന്നെ 25 lakhs വരെ ഇൻക്ലൂഡിംഗ് 25 lakh ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 lakhs ആണ്. അതായത് 10 ലക്ഷത്തിന് മുകളിലും 25 ലക്ഷം വരെയാണെങ്കിൽ 10% ഓഫ് സാലറി, അതായത് എംപ്ലോയിയുടെ സാലറിയുടെ 10% ആയിരിക്കും അവിടെ പെർക്വിസിറ്റ് വാല്യൂ. ദെൻ മൂന്നാമത്തെ കേസ് ഇഫ് പോപ്പുലേഷൻ ഈസ് മോർ ദാൻ 25 lakhs 15% ഓഫ് സാലറി, അതായത് ആ സിറ്റിയിലെ പോപ്പുലേഷൻ 25 lakhsൽ കൂടുതലാണെങ്കിൽ, 25 lakh ആണെങ്കിൽ 10% ആണ്, മോർ ദാൻ 25 lakh ആണെങ്കിൽ 15% ഓഫ് സാലറി. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇഫ് അക്കോമഡേഷൻ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ, അതായത് എംപ്ലോയർ ഓൺ ചെയ്യുന്ന അക്കോമഡേഷൻ ആണെങ്കിൽ വീട് എംപ്ലോയറുടെ ഓണർഷിപ്പിലുള്ളതാണെങ്കിൽ ദെൻ പോപ്പുലേഷൻ്റെ ബേസിലാണ്, എവിടെയാണോ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സിറ്റിയിലെ പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ 10 lakhs വരെ 7.5%, എബവ് 10 lakh ആൻഡ് അപ് ടു 25 lakhs, അതായത് 10 lakhന് മുകളിലും 25 lakh വരെ 10% ഓഫ് സാലറി, മോർ ദാൻ 25 lakh 15% ഓഫ് സാലറി. ഇതാണ് ഈ കേസിൽ വരുന്ന അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയറിലെ വാല്യുവേഷൻ. ദെൻ രണ്ടാമത്തെ കേസ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. രണ്ടാമത്തെ കേസ് അക്കോമഡേഷൻ ഹയർഡ് ബൈ എംപ്ലോയർ. എംപ്ലോയർ വാടകയ്ക്ക് എടുത്തിട്ട്, അതായത് ടേക്കൺ ഓൺ റെന്റ് ഓർ ലീസ്, അതായത് പാട്ടത്തിനോ അല്ലെങ്കിലോ വാടകയ്ക്ക് എടുത്തിട്ട് അക്കോമഡേഷൻ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഈ കേസിൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ ലീസ് റെന്റ് പെയ്ഡ് ഓർ പേയബിൾ ബൈ എംപ്ലോയർ, അതായത് എംപ്ലോയർ എത്രയാണോ മാസം തോറും അതിന് കൊടുക്കുന്ന റെന്റ്, അതായത് ഒരു വർഷത്തേക്ക് എത്രയാണോ ലീസ് റെന്റ് കൊടുക്കുന്നത്, ആ ലീസ് റെന്റ് കൊടുക്കുന്നത് അല്ലെ കൊടുക്കേണ്ടതായോ റെന്റ് എത്രയാണോ അതോ, അല്ലെങ്കിൽ ഓർ 15% ഓഫ് എംപ്ലോയീസ് സാലറി, അതായത് എംപ്ലോയിയുടെ സാലറിയുടെ 15% ഓഫ് വിച്ച് എവർ ഈസ് ലെസ്, അതായത് എംപ്ലോയർ കൊടുക്കുന്ന ആക്ച്വൽ റെന്റോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ സാലറിയുടെ 15%, ഇത് രണ്ടിൽ ഏതാണോ കുറവ് അതായിരിക്കും
perquisite rent-free accommodation value if the accommodation is hired by the employer. അതായത് employer വാടകയ്ക്ക് എടുത്തിട്ട് provide ചെയ്തതാണെങ്കിൽ actual lease rent or 15% of salary of employee whichever is less. അപ്പോൾ അത് ക്ലിയർ ആയിട്ടാണ് മനസ്സിലായത്. കേസ് 1 ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, അവിടെ ലൈസൻസ് ഫീ ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ 7.5%, 10%, 15% of salary based on the population. Then accommodation on taken on lease ആണെങ്കിൽ actual rent or 15% of salary whichever is less. Then next ഇപ്പോൾ ഞാൻ പറഞ്ഞത് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. ഈ അക്കോമഡേഷൻ ഫർണിഷ്ഡ് ആണെങ്കിൽ, അത് എല്ലാ കേസിലും ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലാണെങ്കിലും നോൺ ഗവൺമെന്റ് എംപ്ലോയീസിൽ ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിലും ടേക്കൺ ഓൺ ലീസ് ആണെങ്കിലും, then ഈ കേസിലൊക്കെ അക്കോമഡേഷൻ ഫർണിഷ്ഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഫർണിഷ്ഡ് അക്കോമഡേഷന്റെ വാല്യൂ നമ്മൾ കാണാം. വാല്യൂ ഓഫ് ഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് unfurnished rent free accommodation plus 10% of actual cost of furniture if owned by employer or actual hire charges of furniture if taken on hire. അതായത് ഞാൻ പറയാം, വാല്യൂ ഓഫ് ഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷന് നമ്മൾ ആദ്യം അൺഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാണും. അത് ഗവൺമെന്റ് ലൈസൻസ് ഫീയോ അല്ലെങ്കിൽ സാലറിയുടെ 7.5%, 10%, 15% ആസ് ദ കേസ് മേ ബി. അത് ആ 3 കേസിൽ ഞാൻ വാല്യുവേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ അൺഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാണുക. ദെൻ അൺഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂവിനോട് കൂടി കോസ്റ്റ് ഓഫ് ഫർണിച്ചറിന്റെ 10% ആഡ് ചെയ്യുക ഇഫ് ഓൺഡ് ബൈ എംപ്ലോയർ. അതായത് അവിടെ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫർണിച്ചേഴ്സ് ഒക്കെ എംപ്ലോയർ ഓൺ ചെയ്യുന്നതാണെങ്കിൽ ആ ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ ആക്ച്വൽ കോസ്റ്റിന്റെ 10% ആയിരിക്കും അതിന്റെ ഫർണിഷ്ഡിന്റെ വാല്യൂ. അല്ലെങ്കിൽ ഇഫ് ടേക്കൺ ഓൺ ഹയർ, അതായത് അവിടെ കൊടുത്തിരിക്കുന്ന ഫർണിച്ചേഴ്സ് ഒക്കെ വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജസ് ഓഫ് ഫർണിച്ചർ, അതായത് അതിന് എന്താണോ ആക്ച്വൽ ചാർജസ് എംപ്ലോയർ കൊടുക്കുന്നത് അതോ ഇതുകൂടി അൺഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷനോട് കൂടി ആഡ് ചെയ്തതാണ് ഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ. ആയത് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷനോട് കൂടി 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചറോ അല്ലെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജസ് ആസ് ദ കേസ് മേ ബി. ആയത് ഫസ്റ്റ് കേസ് ഓൺഡ് ബൈ എംപ്ലോയർ ആണ്, സെക്കൻഡ് കേസ് ടേക്കൺ ഓൺ ഹയർ ആണ്. ഏതാണോ കേസ് അതിന്റെ ഇത് കൂടി ആഡ് ചെയ്താൽ നമ്മൾക്ക് ഫർണിഷ്ഡ് അക്കോമഡേഷന്റെ വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കാം. ദെൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെദർ ഗവൺമെന്റ് എംപ്ലോയി ഓർ നോൺ ഗവൺമെന്റ് എംപ്ലോയി. അതായത് ഈ ഫർണിഷ്ഡ് അക്കോമഡേഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജസ് എന്നുള്ളത് 3 കേസിൽ, അതായത് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലും നോൺ ഗവൺമെന്റ് എംപ്ലോയീസിൽ അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിലും ടേക്കൺ ഓൺ ലീസ് ആണെങ്കിലും, ദെൻ 3 കേസിലും ഈ ഫർണിഷ്ഡ് അക്കോമഡേഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജസ് ആസ് ദ കേസ് മേ ബി. ആയത് ഏതാണോ കേസ് അത് കൂടി ആഡ് ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് മോർ ദാൻ വൺ അക്കോമഡേഷൻ, അതായത് ഒന്നിലധികം അക്കോമഡേഷൻസ് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പം ഇങ്ങനെ മോർ ദാൻ വൺ അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ ഫോർ ഫസ്റ്റ് 3 months, അതായത് അക്കോമഡേഷന്റെ ആദ്യത്തെ 3 മാസങ്ങളിൽ വാല്യൂ ഓഫ് വൺ സച്ച് ഹൗസ് ഹാവിങ് ലോവർ വാല്യൂ ഷാൽ ബി ടാക്സബിൾ. അതായത് ഒന്നിലധികം അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഏതാണോ കുറഞ്ഞ വിലയുള്ളത് ആ വാല്യൂ പെർക്വിസിറ്റ് വാല്യൂ ഏതിനാണോ പെർക്വിസിറ്റ് വാല്യൂ കുറവ് അത് ടാക്സബിൾ ആയിരിക്കും. അതായത് ആദ്യത്തെ 3 മാസത്തേക്ക്. ദെൻ 3 മാസത്തിലധികം ഉണ്ടെങ്കിൽ വാല്യൂ ഓഫ് ബോത്ത് ദ ഹൗസ് ഷാൽ ബി ടാക്സബിൾ. അതായത് 3 മാസത്തിലധികം ഈ 2 അക്കോമഡേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഹൗസിന്റെയും വാല്യൂ ടാക്സബിൾ ആയിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം, 3 മാസത്തിൽ കുറഞ്ഞ കാലത്തേക്കാണ്, 3 മാസം വരെയുള്ള കാലത്തേക്കാണ് ഈ 2 അക്കോമഡേഷൻ ഒരേ സമയം യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഏത് വീടിനാണോ വാല്യൂ കുറവ് പെർക്വിസിറ്റ് വാല്യൂ കുറവ് ആ വാല്യൂ ടാക്സബിൾ ആയിരിക്കും. ദെൻ 3 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഹൗസിന്റെയും പെർക്വിസിറ്റ് വാല്യൂ ടാക്സബിൾ ആയിരിക്കും.
Then next one, accommodation provided in hotel. ഇത് ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് where the accommodation is provided on transfer and the period does not exceed 15 days. അതായത് ഈ ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എംപ്ലോയി ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പുതിയ സ്ഥലത്ത് അയാൾക്ക് അക്കോമഡേഷൻ കണ്ടെത്തുന്നതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുവരെയുള്ള പീരീഡിൽ അയാൾക്ക് ഹോട്ടലിലാണ് സ്റ്റേ അറേഞ്ച് ചെയ്ത്. ദെൻ അവിടെ പറയുന്നത് ദ പീരീഡ് ഡസ് നോട്ട് എക്സീഡ് 15 days. അതായത് പീരീഡ് 15 ദിവസത്തിൽ കൂടുന്നില്ല എങ്കിൽ അതിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ നില്ലാണ്. ഓർത്തിരിക്കുക, 15 ദിവസം ഇത് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടാണ്. പീരീഡ് ഓഫ് സ്റ്റേ ഡസ് നോട്ട് എക്സീഡ് 15 days ആണെങ്കിൽ പെർക്വിസിറ്റ് വാല്യൂ നില്ലാണ്. ദെൻ ഇൻ എനി അതർ കേസ്, ഇതല്ലാതെയുള്ള മറ്റ് കേസുകളിൽ ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ പെർക്വിസിറ്റ് വാല്യൂ 24% ഓഫ് സാലറി. 24% ഓഫ് സാലറി എന്ന് പറയുന്ന അയാളുടെ ആനുവൽ സാലറിയുടെ 24% അല്ല, ഫോർ ദ പീരീഡ് ഓർ ഡേയ്സ് ഫോർ വിച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ. അതായത് അയാൾക്ക് ഹോട്ടലിൽ എത്ര ദിവസമാണോ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ദിവസത്തെ സാലറിയുടെ 24% ആണ്. സപ്പോസ് ദ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ 25 days. അതായത് 25 ദിവസമാണ് അയാൾക്ക് ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ 25 ദിവസത്തെ സാലറിയുടെ 24% ആണ്. അത് 24% എന്ന് കണ്ടിട്ട് ആനുവൽ സാലറി 24% ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ദെൻ ബ്രാക്കറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫോർ ദ പീരീഡ് ഓർ ഡേയ്സ് ഫോർ വിച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ. അതായത് ഹോട്ടലിൽ എത്ര ദിവസത്തേക്കാണോ താമസം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ദിവസത്തെ സാലറിയുടെ 24% ഓർ ആക്ച്വൽ ബിൽ വിച്ച് എവർ ഈസ് ലെസ് ഈസ് ടാക്സബിൾ. അതായത് അയാളുടെ എത്ര ദിവസം താമസിച്ചോ ആ ദിവസത്തെ സാലറിയുടെ 24% അല്ലെങ്കിൽ ആക്ച്വൽ ഹോട്ടൽ ബിൽ പെയ്ഡ് ഓർ പേയബിൾ ബൈ ദ എംപ്ലോയർ. അതായത് ഹോട്ടലിൽ കൊടുക്കേണ്ട യഥാർത്ഥ തുക എത്രയാണോ, ബില്ല് എത്രയാണോ, ഇതിലേതാണോ കുറവ് അതായിരിക്കും അതിൻ്റെ ടാക്സബിൾ വാല്യൂ. ഒന്നുകൂടി പറയാം, സ്റ്റേ 15 days എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ പെർക്വിസിറ്റ് വാല്യൂ നില്ലാണ്. മറ്റു കേസിൽ 24% ഓഫ് സാലറി ഫോർ ദ പീരീഡ് ഓഫ് സ്റ്റേ ഓർ ആക്ച്വൽ ഹോട്ടൽ ബിൽ വിച്ച് എവർ ഈസ് ലെസ് ഈസ് ടാക്സബിൾ. അപ്പോൾ ഇവിടെ ഞാൻ സാലറിയുടെ പെർസെൻറ്റേജ് പറഞ്ഞു. 7.5%, 10%, 15%, 24% എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇറ്റ്സ് ദ മീനിങ് ഓഫ് സാലറി. സാലറി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുക? റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യുവേഷന് വേണ്ടി സാലറി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? സാലറി ഇൻക്ലൂഡ്സ് ബേസിക് സാലറി, ദെൻ ഡിയർനെസ് പേ ഓർ ഡിയർനെസ് അലവൻസ് അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് അവർക്ക് DA അല്ലെ ഡിയർനെസ് പേ എപ്പോഴും ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കും. അത് നമ്മുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനൊക്കെ കൗണ്ട് ചെയ്യുന്ന എൻ്റർ ചെയ്യുന്ന സാലറി ഡിയർനെസ് പേ ആണ്. അതേപോലെ തന്നെ ഡിയർനെസ് അലവൻസ്. അപ്പോൾ ഡിയർനെസ് പേയോ ഡിയർനെസ് അലവൻസ് അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് മാത്രം. ഇഫ് ദ ഡേ ഈസ് നോട്ട് അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ സാലറി. അതായത് DA നോട്ട് അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ സാലറിയിൽ DA ഉൾപ്പെടുത്താൻ പാടില്ല. ഡിയർനെസ് പേ എന്തായാലും വരും, കാരണം ഡിയർനെസ് പേ അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ഡിയർനെസ് അലവൻസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, ഡിയർനെസ് അലവൻസ് അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇതിൽ വരുള്ളൂ. ദെൻ നെക്സ്റ്റ് കമ്മീഷൻ, ദെൻ നെക്സ്റ്റ് ബോണസ്, ദെൻ ഫീസ്. ഇതൊക്കെ ടാക്സബിൾ ആണ്. സാലറി ഇൻക്ലൂഡ്സ്, ഈ കാര്യങ്ങളൊക്കെ സാലറിയിൽ വരുന്നതാണ്. Then next, value of all taxable allowances. അതായത് value of all taxable allowance. അതായത് exempted allowance വരില്ല, taxable allowance. അതായത് taxable allowance രണ്ടെണ്ണമുണ്ട്, fully taxable ഉം up to a specified ലിമിറ്റും ഉണ്ട്. ഇത് exempted up to a specified limit. അപ്പോൾ അവിടെ fully taxable ആണെങ്കിൽ full value വരും. നേരെ മറിച്ച് exempted up to a specified ലിമിറ്റിലാണെങ്കിൽ എക്സംഷൻ കഴിച്ചിട്ട് ബാക്കിയുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എംപ്ലോയിക്ക് കൊടുത്ത യൂണിഫോം അലവൻസ് 1000 ആണ് അലവൻസ് കൊടുത്തത്, 800 ആണ് എക്സംപ്റ്റഡ് എങ്കിൽ ബാക്കി 200 വരുള്ളൂ. അപ്പം എക്സംപ്റ്റഡ് അലവൻസ്, പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസിൽ ആ ടാക്സബിൾ പോർഷൻ മാത്രമേ വരുള്ളതാണ്. വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ അലവൻസസ്. അലവൻസ് പറഞ്ഞാൽ എല്ലാ അലവൻസും ഇല്ല, അലവൻസിൻ്റെ ടാക്സബിൾ പാർട്ട് മാത്രം. ദെൻ എനി അതർ മോണിറ്ററി പേയ്മെൻറ്റ് ചാർജബിൾ ടു ടാക്സ്. ഞാൻ ഈ മുകളിൽ പറഞ്ഞ അത്ര രീതിയിലുള്ള ഏതെങ്കിലും മോണിറ്ററി പേയ്മെൻ്റ് ആണ്.
പ്രത്യേകം ശ്രദ്ധിക്കുക, മോണിറ്ററി പേയ്മെന്റ് ആയത് റിസീവ്ഡ് ഇൻ ക്യാഷ് ആയത് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ട് അയാൾക്ക് കിട്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുള്ള ടാക്സബിൾ ആയിട്ടുള്ള ചാർജബിൾ ടു ടാക്സ് ആയത് മോണിറ്ററി പേയ്മെന്റ് ആയിരിക്കണം. ദെൻ പേയ്മെന്റ് ഈസ് ഓൾസോ ചാർജബിൾ ടു ടാക്സ് ആയത് പേയ്മെന്റ് ടാക്സ് ചാർജ് ചെയ്യുന്ന പേയ്മെന്റ്സ് ആയിരിക്കണം. ദെൻ അതുപോലെ തന്നെ ലീവ് എൻകാഷ്മെന്റ് ഓഫ് സാലറി, അതിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇഫ് റിലേറ്റ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് റെന്റ് ഫ്രീ ഹൗസ് ഈസ് പ്രൊവൈഡ്. അതായത് എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ്, അതായത് ലീവ് എൻകാഷ് ചെയ്തത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത പീരീഡിൽ. സപ്പോസ് ഇപ്പോൾ ലീവ് 2019-20 നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാണുന്നത്. അപ്പോൾ ആ 19-20 പീരീഡിലെ ലീവ് അയാൾ എൻകാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലീവ് എൻകാഷ്മെന്റ് വരും. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ആ പീരീഡ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത പീരീഡിലെ ലീവ് എൻകാഷ്മെന്റ് ആണെങ്കിൽ അത് വരും. അപ്പോൾ ഇത്രയും ആണ് സാലറിയിൽ വരുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. സാലറി ഇൻക്ലൂഡ്സ് ബേസിക് സാലറി വരും, ഡിയർനെസ് പേ വരും, ദെൻ DA അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് വരും, ദെൻ കമ്മീഷൻ, ബോണസ്, ഫീസ്, വാല്യൂ ഓഫ് ടാക്സബിൾ പെർക്വിസിറ്റ്സ്, ടാക്സബിൾ അലവൻസസ്, എല്ലാ ടാക്സബിൾ അലവൻസസും വരും, ടാക്സബിൾ പാർട്ട് മാത്രം. ദെൻ അതുപോലെ എനി അതർ മോണിറ്ററി പേയ്മെന്റ് ചാർജബിൾ ടു ടാക്സ്. ദെൻ അതുപോലെ തന്നെ ലീവ് എൻകാഷ്മെന്റ് ഓഫ് സാലറി ഇഫ് ഇറ്റ് റിലേറ്റ്സ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് റെന്റ് ഫ്രീ ഹൗസ് ഈസ് പ്രൊവൈഡഡ്. ഇത്രയുമാണ് സാലറിയിൽ ഉൾപ്പെടുന്നത്. ദെൻ ബട്ട് സാലറി ഡസ് നോട്ട് ഇൻക്ലൂഡ്, സാലറിയിൽ ഉൾപ്പെടാത്ത സാധനം പേയ്മെന്റ്സ്. ഒന്ന് ഡിയർനെസ് അലവൻസ് ഇഫ് നോട്ട് അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. DA ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഇഫ് DA is given not under terms of employment, നമ്മൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, സർവീസ് ബെനിഫിറ്റ്സ് കൗണ്ട് ചെയ്യുന്നതിനൊന്നും DA ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ അത് നമ്മൾ പെർക്വിസിറ്റിന്റെ വാല്യുവേഷൻ, അതായത് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യുവേഷൻ കാണുമ്പോൾ സാലറിയോട് കൂടി ആ DA ആഡ് ചെയ്യാൻ പാടില്ല. ആഡ് ചെയ്യുക മീൻസ് DA നോട്ട് അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. ദെൻ നെക്സ്റ്റ് എക്സംപ്റ്റഡ് അലവൻസ്, അതായത് അലവൻസ് ഏതെങ്കിലും എക്സംപ്റ്റ് ചെയ്ത അലവൻസ് ആണെങ്കിൽ ആ എക്സംപ്റ്റഡ് അലവൻസിന്റെ വാല്യൂ ഉൾപ്പെടുത്താൻ പാടില്ല. ഞാൻ പറഞ്ഞു സ്പെസിഫൈഡ് ലിമിറ്റ്. ഫോർ എക്സാമ്പിൾ HRA ഒരു ഭാഗം എക്സംപ്റ്റഡ് ആണ്, ബാക്കിയുള്ളത് ടാക്സ് എക്സംപ്റ്റഡ് കഴിച്ച് ബാക്കിയുള്ള ടാക്സബിൾ ആണ്. അപ്പൊ ടാക്സബിൾ പോർഷൻ എടുക്കും, എക്സംപ്റ്റഡ് പോർഷൻ നമ്മൾ ഉൾപ്പെടുത്തില്ല. ദെൻ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇൻ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, അതായത് എംപ്ലോയിയുടെ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ദെൻ അത് 12% എക്സീഡ് ചെയ്താലാണ് ടാക്സബിൾ. പക്ഷെ ആ 12% എക്സീഡ് ചെയ്ത എമൗണ്ട് നമ്മൾ ടാക്സബിൾ സാലറിയിൽ ഉൾപ്പെടുത്തും. ബട്ട് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാണുമ്പം ഈ കോൺട്രിബ്യൂഷൻ നമ്മൾ സാലറിയിൽ ഉൾപ്പെടുത്തില്ല. The next value of any other perquisites under 17(2), അതായത് ഒരു പെർക്വിസിറ്റ്സിന്റെ വാല്യൂ, അത് സെക്ഷൻ 17(2) പ്രകാരം ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ് ആണ്. അപ്പോൾ ഈ ടാക്സബിൾ പെർക്വിസിറ്റ്സിന്റെ ഒന്നും വാല്യൂ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ, അതേപോലെ തന്നെ കുറെ ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ഉണ്ട്. ഈ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണെങ്കിലും ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണെങ്കിലും ഇതിന്റെ വാല്യൂ ഒന്നും നമ്മൾ സാലറിയിൽ ഉൾപ്പെടുത്തില്ല. അലവൻസ് വരും, ടാക്സബിൾ അലവൻസ് വരും, ബട്ട് നോട്ട് പെർക്വിസിറ്റ്സ്. ദെൻ മറ്റൊന്ന് ലംസം പേയ്മെന്റ് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ്, സൂപ്പർ ആനുവേഷൻ ഓർ വോളണ്ടറി റിട്ടയർമെന്റ്. അതായത് ആ സമയത്ത് കിട്ടുന്ന പേയ്മെന്റ്സ് മാത്രമാണ്. സൂപ്പർ ആനുവേഷനോ അല്ലെങ്കിൽ സർവീസിന് ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളെ സൂപ്പർ ആനുവേഷൻ അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ലംസം പേയ്മെന്റ്സ്, ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെന്റ്, കമ്മ്യൂട്ടഡ് പെൻഷൻ, ഇതേപോലെയുള്ള ആ ലംസം എമൗണ്ട് നമ്മൾ സാലറിയിൽ ഉൾപ്പെടുത്തില്ല. ദെൻ അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഓഫ് എംപ്ലോയി ഇഫ് പെയ്ഡ് ബൈ എംപ്ലോയർ, അതായത് എംപ്ലോയിയുടെ ഇൻകം ടാക്സ് എംപ്ലോയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ സാലറിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ സാലറിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞു, എന്തൊക്കെ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. ദെൻ ബേസിക് സാലറിയും ഡിയർനെസ് പേയും ഡിയർനെസ് അലവൻസും വരും. ഡിയർനെസ് അലവൻസ് അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം, നോട്ട് അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ദെൻ അലവൻസസ് ടാക്സബിൾ അലവൻസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. ദെൻ എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ് ആണെങ്കിൽ അതിന്റെ ടാക്സബിൾ പോർഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ എക്സംപ്റ്റഡ് അലവൻസ് ഉൾപ്പെടുത്താൻ പാടില്ല. ദെൻ അതുപോലെ തന്നെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട്, അതായത് എംപ്ലോയിയുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 12% അധികമായി നമ്മൾ സാലറിയിൽ ഉൾപ്പെടുത്തും. ബട്ട്
നമ്മളിവിടെ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാണുമ്പോൾ അത് ഉൾപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ പെർക്വിസിറ്റ്സിന്റെ വാല്യൂ, അതായത് ടാക്സബിൾ പെർക്വിസിറ്റ്സിന്റെ വാല്യൂ ഒക്കെ നമ്മൾ ഗ്രോസ് സാലറി കാണുമ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്യും. ബട്ട് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാണുമ്പോൾ ഒരു പെർക്വിസിറ്റ്സിന്റെ വാല്യൂ ഉൾപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ ടെർമിനേഷൻ സർവീസ്, സൂപ്പർ ആനുവേഷൻ അല്ലെ വോളണ്ടറി റിട്ടയർമെന്റ് സമയത്ത് കിട്ടുന്ന ലംസം പേയ്മെന്റ്സ് ഉൾപ്പെടുത്താൻ പാടില്ല. ദെൻ എംപ്ലോയിയുടെ ഇൻകം ടാക്സ് എംപ്ലോയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും സാലറിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കഴിഞ്ഞ അടുത്ത ഞാൻ തന്നത് അക്കോമഡേഷൻ ആയിട്ട് കൺസെഷണൽ റെന്റ്. അതായത് കൺസെഷണൽ റെന്റിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക. സെക്ഷൻ 17(2) ആണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ കൺസെഷൻ എന്ന് വെച്ചാൽ എംപ്ലോയർക്ക് 10,000 വെച്ച് ചിലവാകുന്നുണ്ട്. ബട്ട് 5,000 ആണ് അത് എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് എംപ്ലോയിയുടെ അടുത്ത് നിന്ന് 5,000 റിക്കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അക്കോമഡേഷൻ ആയിട്ട് കൺസെഷണൽ റെന്റ് ആണ്. അപ്പോൾ കൺസെഷണൽ റെന്റിന്റെ അക്കോമഡേഷന്റെ വാല്യൂ കാണുന്ന വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാണുക. അത് ഗവൺമെന്റ് എംപ്ലോയിയുടെ കേസിലും നോൺ ഗവൺമെന്റ് എംപ്ലോയിയുടെ കേസിലും എങ്ങനെ വാല്യൂ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാണുക. അങ്ങനെ കിട്ടുന്ന വാല്യൂവിൽ നിന്ന് റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയി ഓർ ചാർജ്ഡ് ബൈ എംപ്ലോയർ, അതായത് എംപ്ലോയിയുടെ ശമ്പളത്തിൽ നിന്ന് മാസം തോറും ഒരു എമൗണ്ട് എംപ്ലോയർ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു തുക എംപ്ലോയർക്ക് കൊടുക്കുന്നുണ്ടാവും. ഈ അക്കോമഡേഷന്റെ ഫീസായിട്ട് ഒരു തുക എംപ്ലോയർക്ക് കൊടുക്കണമെന്നില്ല. സാധാരണഗതിയിൽ അയാളുടെ മന്ത്ലി സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് എംപ്ലോയർ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ അക്കോമഡേഷന്റെ പേരിൽ. അപ്പോൾ ആ തുക എത്രയാണോ അത് ഡിഡക്റ്റ് ചെയ്യുക. ബാക്കി വരുന്ന എമൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ 10,000 പെർ മന്ത് ആണ് വിചാരിക്കുക. മീൻസ് 1,20,000 ആണ് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ. ദെൻ ഓരോ മാസവും 4,000 വെച്ച് എംപ്ലോയർ ഡിഡക്റ്റ് ചെയ്യുന്നു. എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് 4,000 വെച്ച് ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 4,000 × 12 48,000. ഇത് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ 1,20,000 ആണ്. അതിൽ നിന്ന് 48,000 കഴിച്ചിട്ട് ബാക്കിയുള്ള 72,000. ദെൻ അതായിരിക്കും ആ റെന്റ് ഫ്രീ അക്കോമഡേഷൻ, കൺസെഷണൽ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ കാണാം. അതിൽ നിന്ന് ഓരോ മാസം റിക്കവർ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ, ആ വർഷം എത്ര എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടോ ആ എമൗണ്ട് ലെസ് ചെയ്യുക. കഴിച്ച് ബാക്കിയുള്ളത് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ ആണ്. അത് ടാക്സബിൾ ആയിരിക്കും. എന്നോട് നോട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻ കേസ് ബാലൻസ് ഈസ് നെഗറ്റീവ് ദെൻ ദ വാല്യൂ ഓഫ് കൺസെഷണൽ അക്കോമഡേഷൻ ഷാൽ ബി നിൽ. വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂനെ കഴിഞ്ഞ് കൂടുതൽ എംപ്ലോയിയുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് വാല്യൂ നെഗറ്റീവായി വരിക. അപ്പോൾ അങ്ങനെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ പെർക്വിസിറ്റ് വാല്യൂ നില്ലായിരിക്കും. താങ്ക് യു സ്റ്റുഡൻസ്. ദെൻ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു പെർക്വിസിറ്റ്സിലെ പ്രധാനപ്പെട്ട പാർട്ടാണ് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യുവേഷൻ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. ദെൻ ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. 1-2 ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. അത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.